സർക്കാർ 2025 ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ പുതിയ വർഷത്തിലും തുടരും. രാജ്യത്തെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന്റെ സൂചന നൽകി. രാജ്യത്തിന്റെ ദീർഘകാല വളർച്ച ഉറപ്പാക്കുന്ന രീതിയിൽ എല്ലാ മേഖലകളിലും സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി രാജ്യത്തെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി ആശയവിനിമയം നടത്തിയത്. വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ മുൻഗണന നൽകേണ്ട മേഖലകളെക്കുറിച്ച് യോഗത്തിൽ വിശദമായ ചർച്ചകൾ നടന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ലക്ഷ്യമാക്കി രാജ്യത്തെ വികസിത രാഷ്ട്രമാക്കി മാറ്റുകയെന്ന കാഴ്ചപ്പാടോടെയാണ് ബജറ്റ് തയ്യാറാക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ച അംഗീകാരം ചൂണ്ടിക്കാട്ടിയ മോദി ഇന്ന് ലോകം ഇന്ത്യയെ പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയും കാണുന്നുവെന്ന് വ്യക്തമാക്കി. നിരവധി മേഖലകളിൽ മാറ്റങ്ങൾ സാധ്യമായ വർഷമായിരുന്നു 2025. ഈ പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ ഊർജ്ജം നൽകിയതായും വികസിത ഭാരതം സൃഷ്ടിക്കുന്നതിൽ ഇത് നിർണായകമാകുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി നികുതി ഇളവുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ വേണമെന്ന് സാമ്പത്തിക വിദഗ്ധർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ രംഗം കൂടുതൽ ശക്തമാക്കാൻ ഡേറ്റാ സെന്ററുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് തുടങ്ങിയ മേഖലകളിൽ വ്യക്തമായ നയപിന്തുണ നൽകണമെന്നും അവർ നിർദ്ദേശിച്ചു. സേവന മേഖലയിലെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമാണെന്നും ആഗോള വ്യാപാര തർക്കങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഉയർന്ന വരുമാന സാധ്യതയുള്ള ഡിജിറ്റൽ സേവനങ്ങൾ, സാമ്പത്തിക മേഖല, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ കൂടുതൽ ഊന്നൽ നൽകണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. ഇതിനായി നിലവിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും ആവശ്യപ്പെട്ടു. അപൂർവ മൂലകങ്ങളെ ചില രാജ്യങ്ങൾ തന്ത്രപരമായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടേണ്ട ആവശ്യകതയും യോഗം ചൂണ്ടിക്കാട്ടി. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. നിലവിലെ ആഗോള സാമ്പത്തിക വെല്ലുവിളികളും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഏർപ്പെടുത്തിയ അധിക നികുതികളും പരിഗണിച്ച് ഇന്ത്യയുടെ കയറ്റുമതി വിപണി ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. കയറ്റുമതി മേഖലയ്ക്ക് സാമ്പത്തിക പിന്തുണയും വിദേശ നിക്ഷേപം നിലനിർത്തുന്നതിനുള്ള നടപടികളും ബജറ്റിൽ ഉൾപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് വിപണി.